റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സൈന്യത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറുമായുള്ള തർക്കത്തിൽ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി സർക്കാരിൽ നിന്ന് രാജിവെച്ചതിനു പിന്നാലെ സായുധ സേനാ മന്ത്രിയും രാജിവെച്ചു. സർക്കാരിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി വേണ്ടത്ര പരിവർത്തനാത്മകമല്ല, മതിയായ ധനസഹായവുമില്ല എന്ന് സർ കെയറിനോട് പറഞ്ഞുകൊണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം അൽക്കാൺസ് രാജിവെക്കുകയായിരുന്നു. സർ കെയർ നിർദ്ദേശിച്ച സൈനിക ചെലവിന്റെ തോത് UK സംരക്ഷിക്കുന്നതിന് ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണെന്ന് മുന്നറിയിപ്പ് നൽകി. ഹീലി കടുത്ത ഭാഷ്യത്തിലാണ് സർ കെയറിനോട് ഇത് പ്രതികരിച്ചത്. ഹീലിക്ക് പകരം ക്യാബിനറ്റ് റോളിലേക്ക് സുരക്ഷാ മന്ത്രിയും മുൻ ബ്രിട്ടീഷ് ആർമി ഓഫീസറുമായ ഡാൻ ജാവിസിനെ നിയമിക്കുകയായിരുന്നു. പിന്നീട് കാർഡ്സിന്റെ രാജിയെക്കുറിച്ച് സർ കെയർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹീലിയുടെ രാജിക്ക് മറുപടിയായി നമ്മുടെ ധനസഹായത്തിലെ റെക്കോർഡിൽ അഭിമാനിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ ഫണ്ടിംഗ് പദ്ധതി നമ്മെ സുരക്ഷിതമായി നിലനിർത്താൻ നമ്മുടെ സൈന്യത്തിന് ആവശ്യമായ വിഭവങ്ങൾ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു. എന്നാൽ രാജിക്ക് 1 മണിക്കൂർ മുൻപ് സർക്കാരിലെ തന്റെ സ്ഥാനം പരിഗണിക്കുന്നതിന് മുൻപ് DIP അന്തിമമാക്കുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് കാൺസ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് തന്റെ രാജിക്കത്ത് അദ്ദേഹം എക്സിലേക്ക് അയച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.